चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातराजुहाव पुत्रेति तन्मयतया तरवोऽभिनेदुस्तं सर्वभूतहृदयं मुनिं मानतोऽस्मि। यस्वानुभावम् अखिलश्रुतिसारमेकम् अध्यात्मदीपवदितीर्षदां तमोऽन्धम् संसारिणां करुणयाः पुराणगुह्यम् तं व्याससूनुमुपयामि गुरुं मुनीनाम्। ॐ नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवदत्युत्तमश्लोके भक्तिर्भवति नैष्टिकी। योगं करोति वाचालं पङ्गुलङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 11 ശ്ലോകം 25. നിത്യം നിരീക്ഷമാണാനാം യദപി ദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹി ദൃശഃ ശ്രിയോ ദാമാംഗമച്യുതം. നിത്യം നിരീക്ഷമാണാനാം യദപി ദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹി ദൃശഃ ശ്രിയോ ദാമാംഗമച്യുതം. Please repeat. നിത്യം നിരീക്ഷമാണാനാം യദ്യപി ദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹി ദൃശഃ ശ്രിയോ ദാമാംഗമച്യുതം. വിവർത്തനം: സർവ സൗന്ദര്യങ്ങളുടെയും കലവറയായ സൗന്ദര്യധാമമായ ഒരിക്കലും ച്യുതി സംഭവിക്കാത്ത ഭഗവാനെ ദ്വാരകാനിവാസികൾ സദാ ദർശിച്ച് ശീലിച്ചവരാണെങ്കിലും ഭഗവാനെ ദർശിച്ച് ഒരിക്കലും അവർക്ക് മതിയായിരുന്നില്ല, തൃപ്തിയായിരുന്നില്ല. നിത്യം നിരീക്ഷമാണാനാം യദ്യപി ദ്വാരകൗകസാം ന വിതൃപ്യന്തി ദൃശഃ ശ്രിയോ ധാമാംഗമച്യുതം. ഇപ്പോ ഇനി അങ്ങോട്ടുള്ള ഒരു 2-3 ശ്ലോകത്തിലാണ് ഭഗവാന്റെ മനോഹരമായ ദർശനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഭക്തന്മാര് ഭഗവാനെ ദർശിക്കുന്നു. ആ ഭഗവാന്റെ മനോഹരമായ സൗന്ദര്യം, ഭഗവാൻ സൗന്ദര്യത്തിടമ്പാണ്. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധുകന്യാപതേ
ഹേ കംസാന്തക ഹേ ഗജേന്ദ്ര കരുണ പാരേണ ഹേ മാധവ. കുലശേഖര ആഴ്വാര് ഭഗവാന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നു. ഭഗവാൻ ഒരു മണിയായിട്ടാണ് പറയുന്നത്. ഭക്താപായ ഭുജംഗാരൂഢമണി ത്രൈലോക്യ രക്ഷാമണി ഗോപീലോചന ചാതകാമൃതമണി സൗന്ദര്യമുദ്രാമണി. അപ്പൊ ഗോപീലോചന ചാതകാമൃതമണി അത് നമ്മൾ അടുത്ത ശ്ലോകത്തിൽ പറയാം. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഇവിടെ സൗന്ദര്യമുദ്രാമണി, സൗന്ദര്യത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ഭഗവാനാണ്. ഈ ലോകത്തിലെ എല്ലാ സൗന്ദര്യവും ഒത്തിണങ്ങിയത് ഭഗവാനാണ്. ഭഗവാന്റെ നെറ്റിത്തടങ്ങള്, ഭഗവാന്റെ ബിംബ പഴം പോലെയുള്ള ഭഗവാന്റെ ചുണ്ട്, ഭഗവാന്റെ താമരയുടെ ഇതളുകൾ പോലെയുള്ള ഭഗവാന്റെ കണ്ണുകള്, ഭഗവാന്റെ രൂപം അല്ലെ. അതാസി കുസുമ ഉപമേയ കാന്തി. അതാസി പുഷ്പത്തിന്റെ നിറമാണ് ഭഗവാനുള്ളത്. അതാസി നമ്മുടെ ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം കണ്ടിട്ടുണ്ടല്ലോ. ആ നീല ശംഖുപുഷ്പത്തിന്റെ കളറാണ്, നിറമാണ് ഭഗവാന്റെ ദേഹം മൊത്തം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ബ്യൂട്ടി നമുക്ക് അത് വിഷ്വലൈസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഭഗവാൻ 64 കല്യാണ ഗുണങ്ങളാണ്. മഹാദേവന് ബ്രഹ്മാവിന് 54, മഹാദേവന് 56, വിഷ്ണുവിന് 60 ഗുണങ്ങളും, എന്നാൽ ശ്രീകൃഷ്ണന് 64 ഗുണങ്ങളാണ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല, വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ഭഗവാന് അസമൂർധ്വ എന്ന് പറയുന്നത്. അസമൂർധ്വ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന് ഈക്വൽ ആയിട്ടോ അതിന് ഉപരിയായിട്ടോ ആരുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു 64 ഗുണങ്ങളില് അവസാനത്തെ വിഷ്ണുവിന് പോലും ഇല്ലാത്ത 4 ഗുണങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ്. അതിലൊന്നാണ് ഭഗവാന്റെ സൗന്ദര്യം അല്ലെ. അത്രയ്ക്ക് മനുഷ്യരോ ഭക്തരോ മാത്രമല്ല, ജന്തു വിഭാഗങ്ങൾ പോലും ഭഗവാന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിരിക്കുകയാണ്. അത്രയ്ക്ക് ബ്യൂട്ടിയാണ്. കന്ദർപ്പകോടി, ബ്രഹ്മദേവൻ പറയുന്നു, കന്ദർപ്പകോടി കമനീയ വിശേഷ രൂപം. കന്ദർപ്പ എന്ന് പറഞ്ഞ കാമദേവൻ. ഈ കാമദേവൻ കോടിക്കണക്കിന് കാമദേവന്മാരെ പോലും മദൻ തേർ എന്ന സ്ഥലത്താണ്. വൃന്ദാവനത്തിന് മദൻ തേർ എന്നൊരു സ്ഥലമുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഭഗവാൻ കൃഷ്ണൻ ലീലകളാടിയ സമയത്ത് അവിടേക്ക് ഈ കാമദേവൻ ഇങ്ങനെ പോവായിരുന്നു. അപ്പം ഭഗവാനെ കണ്ടിട്ട് കാമദേവന് തോന്നി, എന്നാ പിന്നൊന്ന് ഞാൻ മഹാദേവനെ അവരെ വീഴ്ത്തിയതല്ലേ, അപ്പൊ തന്റെ അമ്പുകൾ കൊണ്ട് ഈ കൃഷ്ണനെ ഒന്ന് വീഴ്ത്താന്ന് വെച്ചിട്ട് തന്റെ അമ്പെടുത്ത് വില്ലില് ഘടിപ്പിച്ചിട്ട് നേരെ വലിച്ചു. ഭഗവാനെ ഫോക്കസ് ചെയ്തു. ഭഗവാനെ നോക്കി ഫോക്കസ് ചെയ്തു. അടുത്ത വിടുന്നതിന് മുമ്പേ തന്നെ ഈ കാമദേവൻ ഭഗവാന്റെ സൗന്ദര്യത്തില് സ്ട്രക്കായിട്ട് ബോധരഹിതനായിട്ട് നിലം പതിച്ചു. അപ്പൊ കാമദേവന്മാരെ പോലും മോഹിപ്പിക്കുന്ന സൗന്ദര്യമാണ് ഭഗവാന്റെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ആ ഭഗവാൻ ദ്വാരകയിലേക്ക്, തന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു കയറിയപ്പോ
സർവ സൗന്ദര്യങ്ങളുടെയും കലവറയായ ആ സൗന്ദര്യധാമമായ ഒരിക്കലും തുതി സംഭവിക്കാത്ത അച്യുതനായ ഭഗവാന് ദ്വാരവാസികള് സദാ ദർശിച്ച് എപ്പോഴും അവര് നിത്യം കാണുന്നുണ്ടെങ്കിൽ പോലും നിത്യം നിരീക്ഷമാണാനാം യദ്യപി ദ്വാരകൗകസാം ന വിതൃപ്യന്തി. വിതൃപ്യന്തി എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ്, വിതൃപ്യന്തി എന്ന് പറഞ്ഞാൽ നോട്ട് സാറ്റിസ്ഫൈഡ്. ഈ ദൃശ ശ്രീയോ ധാമാംഗമച്യുതം, അവർക്ക് ഒരിക്കലും മതിയായിരുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് എല്ലാ ദിവസവും കാണുന്നത് കൊണ്ട് അവര് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്, തൃപ്തരാണ്. അറ്റ് ദ സെയിം ടൈം അവരത് കണ്ടിട്ട് അവര് സാറ്റിസ്ഫൈഡ് അല്ല എന്നും പറയുന്നു. രണ്ടും ശരിയാണ് സത്യത്തില്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭഗവാനെ നിത്യവും കാണുന്നത് കൊണ്ട് അവിടെ പറയുന്ന നിത്യം നിരീക്ഷമാണ്. അവിടുത്തെ സ്ത്രീകളും മറ്റുള്ളവരൊക്കെ തന്നെ, മറ്റു ഭക്തന്മാരൊക്കെ നിത്യം കാണുന്നത് കൊണ്ട് തന്നെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് വാണ്ട് എനി അതർ ഓബ്ജക്ട് ഓഫ് ദെയർ വിഷൻ. അവർക്ക് അവരുടെ കാഴ്ചക്ക് വേറൊരു ഓബ്ജക്റ്റ് വേണ്ട എന്നാണ്. കൃഷ്ണൻ അല്ലാതെ വേറെ ഒരാളെ കാണണ്ട എന്നാണ് അതിനർത്ഥം. ആ രീതിയിൽ തൃപ്തരാണ്. രണ്ടാമത്തത്, അവർ എന്തുകൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ കാണുവാനുള്ള ആഗ്രഹമാണ്, അല്ലെ? ഒരു ഭൗതികപരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മള് പാല് കുറുക്കി 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 അതില് പഞ്ചസാരയൊക്കെ ഇട്ട് മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് അതിന് ഇതാക്കിയിട്ട് കുടിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഡെയിലി അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പിന്നെയും കാണുമ്പോൾ കുടിച്ചുകൊണ്ടേയിരിക്കണം, അങ്ങനെ ഒരു തോന്നലാണ്. ഡെയിലി കാണുന്നതുകൊണ്ട് എപ്പോഴും കുടിക്കുന്നുണ്ട് എങ്കിൽ പോലും ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും പിന്നെയും കുടിക്കണമെന്നുള്ളൊരു തോന്നൽ. അപ്പൊ അതൊരു ഭൗതികമായ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ പോലും ആധ്യാത്മികമായിട്ട് ഇവിടെ നിത്യം നിരീക്ഷമാണാനാം, എല്ലാ ദിവസവും ഭഗവാനെ കാണുന്നെങ്കിൽ പോലും അവർക്ക് വേറെ ഒന്നിനെ കാണണ്ട എങ്കിൽ പോലും അവര് ഭഗവാനെ കാണുന്നതിൽ അതൃപ്തിയാണ്. എന്താ കാര്യം? ഇനിയും 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 അവർക്ക് ഭഗവാനെ കാണണം എന്നാണ് അർത്ഥം. ശ്രീയോ ധാമാംഗമ അച്യുതം. അതെന്താണ് ശ്രീയോ ധാമാംഗമ അച്യുതം എന്ന് പറഞ്ഞാൽ? സർവവിധമായ കല്യാണ ഗുണങ്ങളും എല്ലാ തരത്തിലുള്ള ഓസ്പിഷ്യസും ഭഗവാൻ ഉണ്ടെന്നാണ്. മംഗളങ്ങളും, സർവമംഗളങ്ങളും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ശ്ലോകത്തില് അച്യുതൻ എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. അച്യുതൻ എന്ന പദം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോണ്ടെക്സ്റ്റില് അച്യുതൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗോപിയാഗീതത്തില് ഗോപിയമാര് അച്യുത എന്ന് പറയുന്നുണ്ട്. പൊതുവെ അച്യുതൻ എന്ന് പറഞ്ഞാൽ വീഴ്ചയില്ലാത്തവനെന്നാണ്. അപ്പൊ ഗോപിയാഗീതത്തില് ആ കോണ്ടെക്സ്റ്റില് അച്യുത, അച്യുതാഗത എന്ന് പറഞ്ഞാൽ അതിവിലംഘ്യതേ, വിലംഘം കൂടാതെ അങ്ങ്. കാരണം ഭക്തന്മാരെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ താമസിക്കാറില്ലല്ലോ, ഉടനെ തന്നെ എത്തുമല്ലോ. അപ്പോ അവിടുത്തെ അച്യുതൻ എന്തെന്ന് വെച്ചാൽ, ഇപ്പോ അപകടത്തിലാണ്, അതുകൊണ്ട് ഭഗവാൻ അച്യുത എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ വരാൻ താമസിക്കാതെ റൈറ്റ് ടൈമിൽ തന്നെ എത്താൻ വേണ്ടിയാണ് അവിടെ അച്യുത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ അച്യുത എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും ഭഗവാന്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നില്ല, ആധ്യാത്മിക ഗുണങ്ങളാണെന്നാണ്, അല്ലെ? ദശമസ്കന്ധത്തില് 44-ാമത്തെ അധ്യായത്തില് ഈ കുവലയാ പീഠത്തിനെ ഭഗവാൻ ബലരാമനോടൊപ്പം ഹനിക്കുകയും
അതിന്റെ കൊമ്പ് ഒടിച്ച് ഭഗവാൻ കയ്യിൽ വെച്ചിരിക്കുക രണ്ടുപേരുടെയും. അപ്പൊ അങ്ങനെ രക്തത്തുള്ളികളൊക്കെ ഭഗവാന്റെ ദേഹത്ത് വീണിരിക്കുകയാണ്. ഈ സമയത്ത് നേരെ രണാങ്കണത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മഥുര നിവാസികളെല്ലാം ഭഗവാനെ അത്യത്ഭുതമായിട്ട് നോക്കുകയാണ്, ആ ഒരു രൂപത്തിന്, അല്ലെ. അപ്പൊ അവിടെ പറയുന്നത് ഗോപ്യസ്തപ കിമാചരൻ യദ്ദമുഷ്യരൂപം, അവര് ചിന്തിച്ചെന്നാണ്. ലാവണ്യസാരം അസമോർധ്വം അനന്യസിദ്ധം ദിഗ്ഭീപിപന്തി അനുസവാഭിനവം ദുരാപം ഏകാന്തധാമ യശശ്രിയ ഐശ്വരസ്യ. അർത്ഥം, ഗോപ്യസ്തപ കിം ആചരൻ യദമുഷ്യരൂപം, ഇത്രയധികമായിട്ടുള്ള സൗന്ദര്യത്തിടമ്പായിട്ടുള്ള ഭഗവാനെ കാണാനായിട്ട് ഗോപ്യസ്തപ കിം, എന്ത് തപസ്സാണ് ഗോപികമാര് ചെയ്തിരിക്കണേ എന്നവര് മനസ്സിൽ ആലോചിച്ചെന്നാണ്, അല്ലെ. ഇതേമാതിരി പ്രഥമ സ്കന്ധത്തില് ഇതേ ഗോപികമാരെ കുറിച്ച് തന്നെ ഭീഷ്മ പിതാമഹനും പറയുന്നുണ്ട്. കിം ശാസ്ത്രോഹി കിമിഹ തപസാം, എന്ത് ശാസ്ത്രമാണ് അവർ പഠിച്ചിട്ടുള്ളത്, എന്ത് തപസാ ചെയ്തിട്ടുള്ളത്. അതേമാതിരി ഇവിടെയും പറയാണ് ഗോപ്യസ്തപ കിം ആചരണ്യതമുഷ്യരൂപം, ഭഗവാന്റെ ഈ മനോഹര രൂപം കാണാനായിട്ട് അവർക്ക് കഴിഞ്ഞു. എന്ത് തപസ്സാണ് അവർ അനുഷ്ഠിച്ചിരിക്കുന്നത്. ഇവരെല്ലാം മഥുരയിലെ ആ ജനവാസികളെല്ലാം ഭഗവാനെ കണ്ടിട്ട് ആ സൗന്ദര്യത്തിടമ്പിൽ മയങ്ങി പറയാണ്, ലാവണ്യസാരം അസമൂർധ്വം. ലാവണ്യസാരം എന്ന് പറഞ്ഞാൽ ആ ലൗലിനെസിന്റെ എസൻസ്, അല്ലെ, അതാണ് ലാവണ്യസാരം. അത്രയ്ക്ക് സ്വീറ്റ് ആണ് ഭഗവാൻ. പിന്നെയോ അസമോർധ്വം, അസമോർധ്വം എന്ന് പറഞ്ഞാൽ ആ ബ്യൂട്ടിയെ മറ്റൊരാളോടും ഉപമിക്കാനോ, അല്ലെങ്കിൽ കൃഷ്ണനെ മറ്റൊരാളോടും, കൃഷ്ണ സൗന്ദര്യത്തിന് മറ്റൊരാളോടും ഉപമിക്കാനോ അതിന് ഉപരിയായിട്ട് ഒരാളോ ഇല്ല. അതുകൊണ്ടാണ് ഭഗവാൻ അസമോർധ്വം എന്ന് പറയുന്നത്. അസമോർധ്വം അനന്യസിദ്ധം. അനന്യസിദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? അത് വളരെ രസകരമാണ്. ഭൗതിക ലോകത്തില് നമ്മള് പാർട്ടിയിലോ എന്തെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് പൊതുവെ അമ്മമാരൊക്കെ ചോദിക്കും, ഇനി അടുത്തുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് ചോദിക്കും, സാരി നന്നായിരിക്കണു, അല്ലെ, അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് ചോദിക്കും, നല്ല ഷർട്ടാണ്, ഈ ഷർട്ട് നന്നായിട്ടിരിക്കുന്നു, ഇത് എവിടുന്നാ വാങ്ങിച്ചേ എന്നൊക്കെ ചോദിക്കും, അല്ലെ. ഇത് എവിടുന്നാ വാങ്ങിച്ചേ എന്ന് ചോദിക്കും. ഈ സാരി എവിടുന്നാ വാങ്ങിച്ചേ? കാരണം ആ സാരി ഉടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ് ഇട്ടത് കൊണ്ട് അവരെ കാണാൻ വളരെ ബ്യൂട്ടിയാണ്. പക്ഷെ ഇവിടെയോ കൃഷ്ണന് അനന്യസിദ്ധം. അനന്യസിദ്ധം എന്ന് പറഞ്ഞാൽ ഈ ബ്യൂട്ടിയൊക്കെ അനന്യസിദ്ധമാണ്, മറ്റൊരാളെന്ന് വാങ്ങിച്ചതല്ല എന്നാ പറയുന്നത്. ഇനി ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതല്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്റെ വസ്ത്രം ഇടുമ്പോഴോ ഭഗവാൻ തന്റെ ആഭരണം ഇടുമ്പോഴല്ല ഭഗവാന് ബ്യൂട്ടി ഉണ്ടാവുന്നതാണ്. മറിച്ച് ഭഗവാൻ ആഭരണം ഇടുമ്പോൾ ആ ആഭരണത്തിന് അപ്പോഴാണ് ബ്യൂട്ടി ഉണ്ടാവുന്നത്. ഭഗവാൻ തന്നെ വസ്ത്രം ഇടുമ്പോഴാണ് ആ വസ്ത്രത്തിന് ആ ബ്യൂട്ടി ഉണ്ടാവുന്നത്. അപ്പൊ ആ ആഭരണത്തിനും വസ്ത്രത്തിനും ഒക്കെ തന്നെ സിദ്ധിച്ചത് കൃഷ്ണനിൽ നിന്നാണ് ബ്യൂട്ടി. പക്ഷെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് അനന്യസിദ്ധം. ഇങ്ങനെയുള്ള പെർഫെക്ഷൻ കിട്ടിയത് ആരിൽ നിന്നുമല്ല, അത് ഭഗവാൻ ഓൾറെഡി ഉള്ളതാണ്. അപ്പം ഭഗവാനും നമ്മളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം അതാണ്, അല്ലെ. നമുക്ക് ആരെങ്കിലും തരണം, ഏതെങ്കിലും കടയെന്ന് തരണം, അല്ലെ. നമുക്ക് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് മനോഹരമായിട്ട് കാണുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് മറ്റുള്ളവർക്ക്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന്റെ എല്ലാ പരിച്ഛദങ്ങളും, ഭഗവാന്റെ വസ്ത്രം മുതൽ ഭഗവാന്റെ ആഭരണങ്ങളെല്ലാം തന്നെ ഭഗവാനിൽ നിന്നാണ് സിദ്ധിക്കുന്നത്. അവർക്കുള്ള ആ ഒരു മനോഹാരിത എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ അനന്യസിദ്ധം എന്ന് പറയുന്നത്. പിന്നെയോ ബൃഹ്വി പിബന്തി അനുസവാഭിനവം, അല്ലെ. പിബന്തി എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്. ദൃഹ്വി എന്ന് പറഞ്ഞാൽ കണ്ണുകൾ കൊണ്ട് അവര്
പിബന്തി കുടിക്കുകയാണ് ഗോപികമാര്. അനുസവ അഭിനവം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്ലി, അല്ലെ? ഈ അനുസവ അഭിനവം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്ലി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ നമുക്ക് ദിവസേന ചോറ് കഴിക്കുകയാണെങ്കിൽ സത്യമായിട്ട് നമുക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ചിലപ്പോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം ഇഡ്ഡലി, ഒരു ദിവസം പുട്ട്, ഒരു ദിവസം ഇടിയപ്പം, അല്ലെ? അത് കോൺസ്റ്റന്റ്ലി നമുക്ക് കഴിക്കാൻ തോന്നില്ല ഒന്ന് തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരേ കൃഷ്ണനെ തന്നെ എന്നും കാണുകയാണ്. പക്ഷെ എങ്കിലും അവരുടെ ഓബ്ജക്റ്റ് ഓഫ് വിഷൻ മാറുന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പുതിയ 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 ഒരനുഭവമാണ്. ഇപ്പൊ നമ്മൾ ഒരാളെ കാണുന്നത് ഒരൊറ്റ ആംഗിളിലാണ്. ആ ഒരൊറ്റ ആംഗിളിൽ കാണുന്നതല്ല, ഒരാളെ കാണുകയാണ്. ആ ഒരു ആംഗിളിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനോഹരിത തോന്നും. പക്ഷെ ഇവിടെ പറയുന്നത് ഓരോ ദിവസവും കൃഷ്ണനെ കാണുമ്പോൾ പുതിയ പുതിയ ആംഗിളിലാണെന്നാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഭഗവാന് എന്താ പറയാ, അപ്പൊ ഭഗവാന്റെ ആ ഒരു രൂപം ഒരൊറ്റ വിഷനിലേക്ക് നമുക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റില്ല. ഓരോ ആംഗിളിനും ഓരോ ബ്യൂട്ടിയാണ് ഭഗവാന്റെ, ഓരോ ആംഗിളിലും നോക്കിയാണ്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴും ഓരോ പ്രാവശ്യം കാണും തോറും പുതിയ ഫീലിംഗ് ആണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവരെപ്പോഴും കണ്ണുകൾ കൊണ്ട് പിബന്തി, അല്ലെ? ദൃഗ്ഭി പിബന്തി അനുസാവാഭിനവം. കണ്ണുകൾ കൊണ്ട് കുടിക്കുകയാണ് ഗോപികമാർ. നേത്രേഹി പീത്വ, കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ കുടിക്കുകയാണ് ഭഗവാന്റെ സൗന്ദര്യം. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത് ഗോപ്യ തപ ഹിമാചരൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം? എന്ത് തപസ് ചെയ്യുന്നു? കാരണം ഇങ്ങനെയുള്ള കണ്ണുകൾ കൊണ്ട് കുടിക്കാവുന്ന ഈ ഭഗവാന്റെ സൗന്ദര്യം അവര് ദുരാപം എന്ന് പറഞ്ഞാൽ എന്താ? വെരി റയർ, അല്ലെ? ഈ അങ്ങപ്പോ ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ സൗന്ദര്യത്തിടമ്പ്, ആ സൗന്ദര്യത്തിനെ കാണാനായിട്ട് വളരെ റയറാണ്. എന്നാൽ ഗോപികമാര് ഇങ്ങനെ അവർ കുടിച്ചുകൊണ്ടേ ഇരിക്കുക കണ്ണുകൾ കൊണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഗോപ്യ തപ ഹിമാചരന്, ഗോപികമാര് എന്ത് തപസ് ചെയ്തു എന്നാണ്, അല്ലെ? ആചരണ്യത് അമുഷ്യരൂപം. ഇത്രയും ഭഗവാന്റെ ആ ദിവ്യമായ രൂപം കാണാൻ വേണ്ടി പിന്നെ എന്ത് പറയുന്നു? ഏകാന്തധാമ യശസ്ശ്രിയ ഐശ്വര്യസ്യ എന്ന് പറഞ്ഞ ഏകാന്തധാമ. ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് യശസ ശ്രിയ ഐശ്വരസ്യ, സർവവിധമായ യശസ്സുകളുടെയും സ്ഥാനമാണ് ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തിനേറെ പറയണു അത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഭഗവാന് നമ്മള് ആധ്യാത്മിക ലോകത്തില് പൊതുവെ ഭഗവാൻ നേരിട്ട് വരുന്ന സമയത്ത് ഭഗവാൻ ഒരു പൂക്കൾ കൊണ്ടുള്ള ഒരു മാല ഇടയാണെന്ന് വെച്ചോ. ഈ മാല ഒരിക്കലും വാടുന്നില്ല. നമുക്ക് ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓടോറും ഉണ്ടോ, നമ്മുടെ ബോഡി ഹീറ്റ് കൊണ്ടൊക്കെ കുറെ കഴിയുമ്പോൾ അത് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേ അത് പൗഡറായിട്ട് മാറും, അല്ലെ? അതിന്റെ സ്വഭാവമേ മാറും. പക്ഷെ ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭഗവാന് കൊടുക്കുന്ന മാല, ഭക്തന്മാര് പ്രത്യേകിച്ച് ദ്വാപരയുഗത്തില് ആ ഭക്തന്മാരും ഗോപികമാരും കഴുത്തിലിട്ട മാല ഒരിക്കലും വാടുന്നില്ല. എന്താ കാര്യം? കാരണം ഭഗവാന്റെ ശരീരം സർവ കല്യാണ ഗുണങ്ങളും അടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഏകാന്തധാമ യശസ്ശ്രിയ ഐശ്വരസ്യ, സർവവിധമായ ഐശ്വര്യവും ഭഗവാന്റെ ശരീരത്തിലുണ്ട് എന്നാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തില് ഗോപികമാരും ഗോപിക ഗീതത്തില് പറയുന്നുണ്ട് ഭഗവാന്റെ മുഖം വ്രജജനാർത്തിഹൻ വീരയോഷിത നിജജനസ്മയാ ധ്വംസനസ്മിത ഭജ സഖേ ഭവൽ കിങ്കരീർമനോ ജലരുഹാനനം ചാരുദർശയാ. ഗോപിമാര് പറയണു, ഗോകുലത്തിന്റെ ദുഃഖങ്ങൾ അകറ്റുന്ന വീര, അങ്ങയുടെ പുഞ്ചിരി സ്വജനങ്ങളുടെ അഹങ്കാരത്തെ അകറ്റുന്നത് അത്രേ. ഒരു പ്രതീക്ഷയാണ് ഭഗവാന്റെ ഓരോ പുഞ്ചിരിയും. അങ്ങയുടെ കിങ്കരികളായ ഞങ്ങളെ
മടി കൂടാതെ സ്വീകരിച്ച് അങ്ങയുടെ മനോഹരമായ മുഖം ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും. ഇവിടെ ഗോപികമാര് പോലും, അപ്പൊ ഗോപികാ ഗീതം എന്ന് പറയുന്നത് വേദ ഇതിഹാസാനം സാരം സാരം സമുദ്രതാം എന്നാണ്. എല്ലാ വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെ സാരം ശ്രീമദ് ഭാഗവതം. അതിന്റെ സാരം എന്ന് വെച്ചാൽ ദശമസ്കന്ധം. അതിന്റെ സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപികാ ഗീതം. അതിന്റെ സാരാണ് ഈ ഗോപികാ ഗീതത്തിൽ പറയുന്നത്. ഭഗവാന്റെ മുഖം, അവർ ഭഗവാന്റെ മുഖം കാണുന്നത് കൊണ്ട്, ആ മന്ദസ്മിതം കാണുന്നത് കൊണ്ട് തന്നെ അഹങ്കാരം കംപ്ലീറ്റ് തീരാണ്. ഈ അഹങ്കാരം ശരീര അവബോധം കൊണ്ട് ഉണ്ടാവും. അഹങ്കാരത്തിന്റെ ഉദ്ദേശം നമ്മളെല്ലാം ഇവിടെ നിർത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാനെ കണ്ടാലോ ഒരു മംഗളമായ ഒരു അഷുറൻസ് ആണ്. എന്താണ്? ഞാൻ കൂടെ ഉണ്ട്. ആ ഒരു അഷുറൻസ് ഒരു ഭക്തന് കിട്ടുമ്പോൾ ആ അഹങ്കാരമൊക്കെ, അതുകൊണ്ടാണ് ഗോപികമാരെ അഹങ്കാരത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അജ്ഞതയിൽ നിന്നാണ് ഇത് വരുന്നത്. കൃഷ്ണൻ ഇല്ലാത്തൊരവസ്ഥയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ ഉള്ളിടത്ത് അഹങ്കാരം ഇല്ല, കൃഷ്ണൻ ഇല്ലാത്തടത്ത് അഹങ്കാരം ഉണ്ടാവും. കൃഷ്ണൻ കഴിഞ്ഞ ഒരു സെക്കൻഡ് ഇല്ല, അതാണ് പരമസത്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സൗന്ദര്യ തിടമ്പാണ് നടന്നു നീങ്ങുന്ന നിത്യം നിരീക്ഷമാണാനാം യദ്യപി ദ്വാരകൗകസാം ന വിതൃപ്യന്തി ദൃശശ്രിയോ ധാമാംഗമാച്യുതം. അപ്പൊ അതുകൊണ്ട് സർവ സൗന്ദര്യങ്ങളുടെയും കലവറയായ സൗന്ദര്യധാമമായ ഒരിക്കലും ച്യുതി സംഭവിക്കാത്ത ഭഗവാനെ ദ്വാരകവാസികൾ സദാ ദർശിച്ച് ശീലിച്ചവരാണെങ്കിലും, പറയുന്നുണ്ടല്ലേ, സദാ ദർശിച്ച് തൃപ്തി അടഞ്ഞവരാണെങ്കിലും ഭഗവാനെ ദർശിച്ച് ഒരിക്കലും അവർക്ക് മതിയായിരുന്നില്ല. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ സൗന്ദര്യ തിടമ്പാണ്. നമ്മുടേതായ ഒരു സിംഗിൾ വിഷൻ, സിംഗിൾ ഡയമെൻഷൻ, സിംഗിൾ ആംഗിൾ കൊണ്ട് ആ ഒരു ആംഗിളിൽ നിന്ന് മാത്രം ചോർത്തിയെടുക്കാവുന്ന സൗന്ദര്യമല്ല ഭഗവാന്റേത്. എത്ര ആംഗിൾ ഉണ്ടോ അത്രയും ആംഗിളിലും പുതിയ 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 ഭാവത്തിലാണ് ഭഗവാനെ കാണാൻ സാധിക്കുന്നത്. ആ സൗന്ദര്യ ഭാവം അത്രയ്ക്ക് ബ്യൂട്ടിയാണ് ഭഗവാന്റെ ബ്യൂട്ടി എന്ന് പറയാൻ. ബാക്കിയുള്ള 2-3 ശ്ലോകം കൂടെ ഇത് കൂടുതലായിട്ട് പറയുന്നു. ബാക്കിയുള്ള നമുക്ക് നാളെ ചൊല്ലാം. വളരെ ഇമ്പോർട്ടന്റ് ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. Thank you.